ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ആദർശിനോട് ഞാൻ പറയാണ്, ആദർശേട്ടൻ എന്തായാലും താഴെ കിടക്കണ്ട, താഴെ കിടന്നാൽ തണുപ്പ് പിടിച്ച് ശ്വാസം മുട്ടലുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ യാത്ര മുടക്കിയപ്പോൾ അമ്മയോട് എപ്പോൾ ഒരു നീരസം തോന്നിയിരുന്നു. മാലയിട്ട സമയത്ത് പോലും പ്രതിഷേധം അറിയിച്ചതുകൊണ്ടാണ് മാലയിട്ടത്. ഒക്കെ തിരിച്ചടിയായോന്നാണ് എൻ്റെ സംശയം. മുത്തശ്ശനും മുത്തശ്ശിയും പറയും പോലെ ചിലർ അവരുടെ വാശിക്കെടുക്കുന്ന തീരുമാനങ്ങളാണ്. ചിലപ്പോൾ ദൈവം അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാവാം. മുത്തശ്ശൻ പറയുകയും ചെയ്തു ആദർശേട്ടനിപ്പോൾ ശനിദശയാണെന്ന്. മാർച്ചിൽ ശനി മാറും. അതിന് 3 മാസം മുമ്പേ ഇതിൻ്റെ ഫലങ്ങൾ സൂചിപ്പിച്ചു തുടങ്ങും. അങ്ങനെയെങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് വേണം ഇപ്പോൾ ഈ മല ചവിട്ടേണ്ടി ഇരിക്കുന്നത്. പിന്നെ നമുക്കിടയിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ആദർശേട്ടാ. പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒന്നിച്ചിട്ടൊന്നുമില്ല. അത് മാത്രം നമുക്കിടയിലുള്ള ആ നേരിയ നീരസം. എന്നാൽ നവ്യേച്ചി വലിയ വിഷമത്തിലാണ്. അതുപോലെയാ അബി ഇപ്പോൾ സ്വഭാവം മാറ്റിയിരിക്കുന്നത്. അവൻ ചേച്ചിയോട് അമിത സ്നേഹം കാണിച്ച അന്ന് രാത്രിയാണ് ആദർശേട്ടൻ്റെ അമ്മ പാൽ കുടിച്ചിട്ട് ഹോസ്പിറ്റലായത്. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരുപാട് പൊരുത്തക്കേടുകൾ കാണുന്നുണ്ട്. ആദർശ ചോദിക്കുകയാണ്, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് അമ്മ എടുത്ത് കുടിച്ചിരുന്ന പാല് ചേച്ചിക്ക് വേണ്ടി കാച്ചി വെച്ചിരുന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അമ്മ കുടിച്ചിരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് ചേച്ചി കുടിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ ചേച്ചി കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട് ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരിക്കും, ഇപ്പോൾ അമ്മ കിടന്നതുപോലെ. അതായത് അതൊക്കെ മുന്നിൽ കണ്ടിട്ടാണോ അബി ചേച്ചിയെ സ്നേഹിച്ചത് എന്നെനിക്കിപ്പോൾ സംശയമുണ്ട്. പിന്നെ മാലയിട്ടുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ആ, അവൻ ചെയ്യും. അതല്ല, അതിനപ്പുറം ചെയ്യും. അവനെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല വ്രതം എടുത്തത്. ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞതുകൊണ്ടാണ് അവൻ വ്രതം എടുത്തത്. ഭക്തിയൊന്നുമില്ലാത്ത മനസ്സാണ് അവൻ്റേത്. എന്തായാലും ഇക്കാര്യത്തിൽ അബിയെയും അവൻ്റെ അമ്മയെയും അനാമികയെയും അവരുടെ അമ്മയെയും കൂടി സംശയിച്ചേ പറ്റൂ ആദർശേട്ടാ. ഞാനെന്നാ മുത്തശ്ശനെ കണ്ടിട്ട് വരാം. ഓ. പിന്നെ ആദർശു അബിയായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അബി പറയാണ്, ഏട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ഏട്ടത്തി ചെയ്ത തെറ്റ് ബാക്കിയുള്ളവർ ഏറ്റെടുക്കണോ? അന്ന് നീ കാണിച്ച സ്നേഹം ഇപ്പോൾ എനിക്ക് നബിയോടില്ലല്ലോ. നീ അവളെയും കൊണ്ട് പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ. അതും ഇതുമായിട്ട് എന്താ ഏട്ടാ ബന്ധം? അന്ന് അമ്മ ആ പാല് കുടിച്ചില്ലെങ്കിൽ അത് നവ്യ കുടിച്ചേനെ. ഓ, അതേപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ അവൾ കുടിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞു പോയേനെ. നവ്യ ഇപ്പോൾ ഹോസ്പിറ്റലിലായിരുന്നേനെ. അതെ, അതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് നീ നവ്യയെ സ്നേഹിച്ചത്. നീ അവളെ വീട്ടിൽ കൊണ്ടുപോയതും പുറത്ത് ചുറ്റിയടിച്ചതും സിനിമയ്ക്ക് പോയതും മുന്നിൽ വലിയൊരു ദുരന്തം കണ്ടിട്ട് തന്നെയാണ്. ഇതൊക്കെ ഏട്ടനോട് പറഞ്ഞത് തെറ്റ് ചെയ്തവർ തന്നെയാണ്. അവരുടെ നേരെ എല്ലാവരും വിരൽ ചൂണ്ടിയപ്പോൾ അതവർ മറ്റുള്ളവർക്ക് നേരെ തിരിച്ചുവിടുക. എന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അഭി ചോദിക്കാണ്, പിന്നെ ഞാനാണോ തെറ്റുകാരൻ? അല്ലെങ്കിൽ എൻ്റെ അമ്മയാണോ ചെയ്തത്? നീയും നിൻ്റെ അമ്മയും പിന്നെ ഇപ്പം കയറി വന്ന മരുമോളും അവളുടെ അമ്മയും ഇവരൊക്കെയാണ് ഇങ്ങനെയുള്ള വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നത് സ്വന്തം കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. ഏട്ടാ, നമ്മളൊക്കെ മാലയിട്ടിരിക്കുക, നാളെ മല ചവിട്ടേണ്ടവരാ. എന്നിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതിനു മുമ്പും പലതവണ മാലയിട്ടിട്ടുണ്ട്, വ്രതവും ധരിച്ചിട്ടുണ്ട്. എല്ലാം നിനക്ക് പറയാമോ? ആദർശ് ചോദിക്കണം അബിയോട്. ഇല്ല, പറയാൻ പറ്റില്ല. നിന്നെ ഞാൻ കയ്യോടെ പിടിച്ചിട്ടുണ്ട് പലപ്പോഴും. മാലയിട്ടിട്ട് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല അതൊക്കെ നീ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 41 ദിവസം വ്രതം എടുക്കുന്നത് മുത്തശ്ശനെയും ഞങ്ങളെയൊക്കെ പേടിച്ചിട്ടാ, അല്ലാതെ നിനക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. ഏട്ടൻ എന്ത് പറഞ്ഞാലും ഞാനത് കേട്ടോണ്ടിരിക്കും. പക്ഷേ എൻ്റെ അമ്മായിയെ ഹോസ്പിറ്റലാക്കിയത് ഞാനാണെന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എടാ, നയന സത്യമുള്ളവളാ. ഒരുപാട് നാൾ അവളെ പ്രതിയാക്കി രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. അവൾ മലയ്ക്ക് പോകാൻ മാലയിട്ടതിന് ശേഷം ഇങ്ങനെയൊക്കെ നടന്നത്. അതുകൊണ്ട് ദൈവം തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടിരിക്കും. പിന്നെ ജാനകിയും ജലജയും ഹോസ്പിറ്റലിൻ്റെ പുറത്തിരുന്നിട്ടാണുള്ളത്. അപ്പോൾ സിസ്റ്റർ ഒരു മെഡിസിൻ്റെ ഗ്ലാസ് കൊണ്ട് കൊടുത്തിട്ട് പറയാണ്, ഇതിലുള്ള മരുന്നൊക്കെ ഇപ്പോൾ വാങ്ങിക്കണം എന്ന് പറയണം. അപ്പോൾ ജാനകി പറയാണ്, ഞാനിതിപ്പോൾ വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ അമ്മയെ വിളിക്കുകയാണ് അബി. എന്താടാ? ഏട്ടൻ എൻ്റെ അടുത്ത് വന്നൊന്ന് തട്ടിക്കയറി. അമ്മായി ഹോസ്പിറ്റലായതിൻ്റെ ഉത്തരവാദിത്തം നമ്മളെ ഏറ്റെടുക്കേണ്ട അവസ്ഥയാണ്. എന്നുവെച്ചാൽ ഞാൻ അന്നത്തെ ദിവസം നബിയെ ഒരുപാട് സ്നേഹിച്ചില്ലായിരുന്നോ? ഈ ദുരന്തം മുന്നിൽ കണ്ടിട്ടാണെന്ന് ഏട്ടൻ പറയുന്നത്. എന്ന് വെച്ചാൽ അവൾ കുടിക്കേണ്ട പാലല്ലേ അമ്മായി എടുത്ത് കുടിച്ചത്. അതുകൊണ്ടാണ് നമ്മളെ അവരൊക്കെ സംശയിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവളായിരിക്കും, അവൻ്റെ ഭാര്യ.
എന്തായാലും സംശയം നമ്മളിലേക്ക് കൂടിക്കൂടി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും യഥാർത്ഥ പ്രതികളെ ചൂണ്ടിക്കാണിച്ചേ പറ്റൂ. അപ്പോൾ ജലജ പറയാണ്, അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. മരേ സ്വയം വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക, പണി നോക്കാൻ പറയലത്തിനോടും. ഇത്രയും അബിയോട് പറഞ്ഞ് ജലജ ഫോൺ കട്ട് ചെയ്തു. മുത്തശ്ശന് നേന ഗുളികയൊക്കെ എടുത്തു കൊടുക്കുകയാണ്. മുത്തശ്ശൻ അബിയോട് പറയാണ്, അവൻ പറഞ്ഞത് ശരിയാ മോളെ, മോൾക്ക് നല്ല തളർച്ചയുണ്ട്, അതുകൊണ്ട് മോൾ അവിടെ കിടക്കുന്നത് നല്ലത്. അശുദ്ധിയുള്ള സമയത്ത് മാറിക്കിടന്നാൽ മതി മോളെ. വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ആദർശ് പല ദിവസങ്ങളിലും ഒറ്റക്കായിരുന്നില്ലേ കിടന്നിരുന്നത്? ഞാനോ ജയനോ ദേവയാനിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അവന് കൂട്ടുകിടക്കും. വേറൊന്നും കൊണ്ടല്ല, തണുപ്പ് സമയത്ത് അവന് ശ്വാസം മുട്ടൽ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ രണ്ടുപേർക്കും ഒരു തുണയെ ആവശ്യമാണ്. അപ്പോൾ മോൾക്കാണ് അത് ഏറ്റവും കൂടുതൽ വേണ്ടത്. മോൾക്ക് അത്രയ്ക്ക് തളർച്ചയുണ്ട് മോളെ. ക്ഷീണമുണ്ട്, പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സൊക്കെ കഴിക്കുന്നുണ്ട് മുത്തശ്ശി. എന്ത് ചെയ്യാനാ, മോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് മോളുടെ അമ്മയോട് അത് പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയില്ലേ? അത് പറയണ്ട, പറഞ്ഞാൽ അമ്മയ്ക്ക് പ്രഷർ കൂടത്തേ ഉള്ളൂ. ആൺമക്കളുടെ വിവാഹ സമയത്ത് അവരുടെ അമ്മമാർ പ്രാർത്ഥിക്കുന്നത് മകനെ നന്നായിട്ട് നോക്കുന്ന ഒരു പെൺകുട്ടി വേണം എന്നാണ്. ദേവയാനിയും ആദർശിൻ്റെ കല്യാണ സമയത്ത് അങ്ങനെ തന്നെയായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. പ്രാർത്ഥന എന്തായാലും ദൈവം കേട്ടു. പക്ഷേ ആ പ്രാർത്ഥനയിലൂടെ വന്ന മരുമകളെ അവൾ തിരിച്ചറിഞ്ഞില്ല. അതുപോലെ തന്നെ ലോ പ്രഷറുകാരിയാണ്. പക്ഷേ മോളടുത്തെത്തുമ്പോൾ പ്രശ്നമാവും ദേവയാനിക്ക്. അറിയില്ല മുത്തശ്ശ, ആദർശേട്ടനെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. അതുപോലെ അമ്മയും എന്തെങ്കിലും ഒരു ദിവസം എന്നെ തിരിച്ചറിയും. മോള് പറഞ്ഞതുപോലെ അമ്മായി അമ്മ അവളെ സ്നേഹിച്ചിട്ട് എന്നാണ് തിരിച്ചറിവ് ഉണ്ടാവുക, അന്നേ ദേവയാനിയുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ ആദർശ റൂമിൽ നിന്നും ലാപ്ടോപ്പ് എടുത്ത് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നയന റൂമിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാലെ അഭി വന്നിട്ട് അവിടെ കഥകിന് പിന്നിൽ ഒളിച്ചു നിന്ന് നോക്കുകയാണ്. അപ്പോഴേക്കും നയന കഥ കടച്ചു. അപ്പോൾ അഭി പറയാ, അത് ശരി. വ്രതെടുക്കുന്നതിൻ്റെ മഹത്വത്തെ പറഞ്ഞിട്ട് അമ്മായി ഹോസ്പിറ്റലായപ്പോൾ നൈസായിട്ട് ഭാര്യയെ മുറിയിലേക്ക് ക്ഷണിച്ചു. അയാൾക്കത് ചെയ്യാം. നയനയോട് ആദർശ് ചോദിക്കുകയാണ്, മുത്തശ്ശനും മുത്തശ്ശിയും സമ്മതിച്ചോ ഇവിടെ കിടക്കാൻ? അതുകൊണ്ടല്ലേ വന്നത്. എന്ന് വെച്ച് ഞാൻ ബെഡിലൊന്നും കിടക്കില്ല, താഴെ കിടക്കും. ഓ, വാശിയാണോ? ആ, ഇക്കാര്യത്തിൽ വാശി തന്നെയാണ്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോ. ഇവിടെ എൻ്റെ പ്രസൻസിൽ കിടക്കണമെന്നേ ഉള്ളൂ. ഇടയ്ക്കൊന്ന് എണീക്കുമ്പോൾ എനിക്കൊന്ന് കാണുകയും ചെയ്യാലോ. അപ്പം നയന പാവരിച്ച് തറയിൽ കിടക്കുകയാണ്. അപ്പോൾ ആദർശ് പറയാണ്, അതേ തറയിൽ നല്ല തണുപ്പാ, അത് സാരമില്ല. അതേ, നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് സമയം സംസാരിച്ചുകൊണ്ടിരിക്കാം. നീ ആ ഡോക്ടർ തന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സൊക്കെ കഴിച്ചായിരുന്നോ? അതൊക്കെ ഞാൻ കൃത്യസമയത്ത് തന്നെ കഴിച്ചു. പിന്നെ ആദർശ് ഞാനേയും കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയാണ്. അന്ന് ഭഗവാനോട് തന്നെ പുച്ഛം തോന്നിയിരുന്നു നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ട്. പക്ഷേ ഇപ്പം ഭഗവാനോട് നല്ലത് തോന്നുക, കാര്യം നിന്നെപ്പോലൊരു ഭാര്യയെ എനിക്ക് കിട്ടിയതിൽ. പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എനിക്കധികം വിഷമിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ആകെയുള്ളൊരു വിഷമം നിന്നോട് അമ്മ കാണിക്കുന്നൊരു അവഗണന മാത്രമാണ്. അതിന് ഉടനെ ഒരു പരിഹാരം ഉണ്ടാകുന്ന എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ആഗ്രഹിച്ചൊരു ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. അതിനു മുമ്പ് ഇങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടായത് എന്തുകൊണ്ട് നല്ലതാ. വിവാഹം കഴിഞ്ഞ് 4-5 വർഷം കഴിയുമ്പോൾ കുടുംബജീവിതത്തോടെ ഒരു മടുപ്പുണ്ടാവും എന്നുള്ളൊരു പാരമ്പര്യത്തോടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്ത് നമ്മുടെ ദാമ്പത്യത്തിന് അങ്ങനെയൊരു തകരാറുണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ തുടക്കത്തിൽ പിഴച്ചവരാണല്ലോ. അങ്ങനെ ആദ്യം പരാജയപ്പെട്ട നമ്മുടെ ലൈഫ് വൻ വിജയമായിരിക്കും. അത്രയും പറഞ്ഞ് സ്വാമി ശരണം എന്ന് പറഞ്ഞ് ആദർശം ഞാൻ ഉറങ്ങാൻ കിടന്നു. രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ജലജയാണ്. കഴിഞ്ഞ് ജാനകി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ വിളിക്കുകയാണ്, ജാനകി. അവൾ മിസ്റ്റർ ക്ലീൻ ആവാനുള്ള പരിപാടിയാണ്. ഏട്ടത്തി ഹോസ്പിറ്റലായതിൻ്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ അവൾ നോക്കുന്നത്, നിൻ്റെയും നിൻ്റെ മരുമകളുടെയും തലയിൽ. അതുകൊണ്ട് കാര്യമില്ലല്ലോ, അവളാണ് ആ പാൽ തിളപ്പിച്ചതെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. പിന്നെ ഇനി അവളെ ആര് സ്വാധീനിച്ചാലും എത്ര കിടന്ന് ആണയിട്ടാലും അവളുടെ ദേഹത്ത് വീണ ചെളി മായ്ച്ചു കളയാൻ പറ്റില്ല. ജാനകി അതും പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ജലജയുടെ ഫോണിൽ അഭി വീണ്ടും വിളിക്കുന്നത്. അപ്പോൾ പറയാണ്, വീണ്ടും അവൻ വിളിക്കുന്നു. നേരത്തെ അവനെ വിളിച്ച് പറഞ്ഞത് എല്ലാവരെയും പ്രതിയാക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെന്ന്. ഇതെന്തിനാണോ എന്തോ. എടാ, സ്വന്തം അമ്മ ICUവിൽ കിടക്കുമ്പോൾ അവിടെ കൂട്ടി നിൽക്കാതെ ഏട്ടൻ ഇങ്ങോട്ട് വന്നത് അയ്യപ്പപ്പാട്ട് കേട്ടിരിക്കാൻ വേണ്ടി മാത്രമല്ല, അവളുമായി ഒന്നിച്ചൊരു മുറിയിൽ കഴിയാൻ വേണ്ടിയാ. എന്താ നീ പറഞ്ഞേ? അതേന്നേ. ഇപ്പോൾ അവൾ ആദർശേട്ടൻ്റെ മുറിയിൽ കയറി കഥകടച്ചത് ഞാൻ കണ്ടതാ. അപ്പോൾ
ജലജ പറയാ, ഷേ നാണം കെട്ടവള്. അവനിനി വിളിച്ചാൽ തന്നെ അവൾ പോകാൻ പാടുണ്ടോ? വീട്ടിലെ പെണ്ണുങ്ങളല്ലേ പരിശുദ്ധിയോടെ ഈ നേരത്ത് കഴിയേണ്ടത്. ഏതായാലും അമ്മായിയെ ധരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ വിവരം ധരിപ്പിച്ചേക്ക്. ശരിയടാ. അവനെ വ്രതം തെറ്റിക്കാനുള്ള പുറപ്പാടില്ല ആ ആദർശ്. ജാനകിയോട് ജലജ പറയാണ്. ഇപ്പം ഇതേ ഭാര്യയും ഭർത്താവും കൂടി ഒരു മുറിയിലാണ് കിടക്കുന്നതെന്ന്. സത്യമാണോ നീ പറയുന്നത് ജലജ എന്ന് ജാനകി ചോദിക്കുക. പിന്നെ ഈ രാത്രിയിൽ അബിക്ക് വിളിച്ചിട്ട് കള്ളം പറയേണ്ട കാര്യമുണ്ടോ ജാനകി? അവളിതെന്ത് ഭാവിച്ചിട്ടാ? നേരത്തെ അവളല്ലേ മാറിക്കിടക്കേണ്ടത്. ഛേ, അവൾ മാറിക്കിടന്നതുമില്ല, മാറിക്കിടക്കാൻ ഭർത്താവോട്ട് പറഞ്ഞതുമില്ല. ഇവിടെ നിന്ന് അവൻ അമ്മയ്ക്ക് കൂട്ടിക്കാതെ ഭാര്യയെ കാണാൻ അവിടെ പോയത്. അവളുടെ വേദനയാണല്ലോ അവന് സഹിക്കാൻ പറ്റാത്തത്. ജാനകി എങ്ങനെയെങ്കിലും ഈ വിവരം ഏട്ടത്തി അറിയിക്കണം. അപ്പോൾ ജാനകി പറയാണ്, അതിന് ഏട്ടത്തി ICUലല്ലേ, പിന്നെ റൂമില്ലാത്തത് കൊണ്ടാണ് ഏട്ടത്തിയെ റൂമിലേക്ക് മാറ്റാതിരുന്നത്. റൂം എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഏട്ടത്തിയെ ICUവിൽ നിന്നും മാറ്റും. അങ്ങനെയെങ്കിൽ ചൂടാറുന്നതിന് മുമ്പേ ഇത് ഏട്ടത്തിയെ അറിയിക്കണം. ഞാനവളെ ഒന്ന് വിളിച്ചാലോ? നമ്മളിപ്പോൾ വിളിച്ചാൽ അവൾ പറയുന്നു 2 റൂമിലാണ് കിടക്കുന്നതെന്ന്. സ്വന്തം അതെന്നെ വിളിച്ച് ചോദിക്കട്ടെ. ജാനകിക്ക് ദേഷ്യം വരികയാണ്. എൻ്റെ മരുമോളെ അവളും അവളുടെ ചേച്ചിയും കൂടിയാണ് തറവാട്ടിൽ നിന്നും ഓടിച്ചത്. എന്നിട്ടിപ്പോൾ അവൾ സുഖിച്ച് ജീവിക്കുക. വന്ന നാൾ മുതൽ അവൾ അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ഏട്ടത്തിയും അവൾക്കൊപ്പം നിന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ ആ വീട്ടിലെ പുറമ്പോക്കായനെ. അല്ല, ഇപ്പോഴും ഞാനും എൻ്റെ മക്കളും പുറമ്പോക്കാണ്. ഇനി നീയും നിൻ്റെ മരുമകളും കൂടി എങ്ങനെയെങ്കിലും പുറത്താവാതിരുന്നാൽ കൊള്ളാം. അപ്പോൾ ജാനകി, അങ്ങനെയൊന്നും ഞങ്ങൾ പുറത്തിറങ്ങില്ല. അങ്ങനെയൊന്നും ഞങ്ങൾ പോകാൻ പോകുന്നില്ല ജലജെ. അവൾ ഏട്ടത്തി അങ്ങ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പടികിടന്ന് പോകാൻ പോകുന്നത് അവളും അവളുടെ ചേച്ചിയായിരിക്കും. അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. എന്നെ കാണിക്കുന്നത് ദേവയാനിയെ മെല്ലെ വീൽചെയറിലാക്കിയിട്ട് റൂമിലേക്ക് കൊണ്ടുവരുന്നതാണ്. ദേവയാനി പറയാണ്, ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു. അപ്പോൾ ജാനകി, അങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് പോയിട്ട് കാര്യമില്ല. അങ്ങനെ പോകാൻ പറ്റില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോവാലോ. വയറ്റിനകത്ത് എന്തൊക്കെയോ ഉരുണ്ട് കയറ്റവും ഒരു ശ്വാസം മുട്ടുന്ന പോലെ, ഗ്യാസ് കയറിയതുപോലെ. മരുന്നിൻ്റെ എഫക്റ്റ് കുറയുമ്പോൾ നല്ല വേദനയുണ്ട്. എങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമല്ല. ആർക്കും ഇഷ്ടമുള്ളതല്ലല്ലോ ഏട്ടത്തി. അത് പിന്നെ നിവൃത്തികേടുകൊണ്ട് അങ്ങനെ വന്നാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ജലജ പറയാണ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏട്ടത്തി വീട്ടിൽ പോകാതിരിക്കുന്നത് നല്ലത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ദേവയാനി ചോദിക്കുക. ജാനകി അപ്പോൾ ജലജയോട് പറയാണ്, എന്തിനാ ഏട്ടത്തിയെ മുറിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഏട്ടത്തിയുടെ മനസ്സിലാക്കാൻ നോക്കുന്നത്? എന്താ ജലജയെ, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് പറഞ്ഞാലും ഏട്ടത്തിയുടെ വയ്യാതെ കിടക്കുമ്പോൾ ആദർശിനെ ഇവിടെ വന്നിട്ട് പരിപാലിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ നിൽക്കുമ്പോഴും അവൻ്റെ മനസ്സങ്ങ് വീട്ടിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അത് ശരി ഏട്ടത്തി, അവൻ ഏത് നേരവും അവൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കാണണമെന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. ഞങ്ങളതൊക്കെ ഏട്ടത്തിയെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് ഏട്ടത്തി കരുതുമായിരിക്കും. ഇപ്പോൾ തന്നെ അവൾ ഏത് മുറിയിലാണ് കിടക്കുന്നതെന്ന് ഏട്ടത്തിയുടെ മോനെ വിളിച്ച് ചോദിക്കുക. ഏട്ടത്തി ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് 2 പേരും ഒരു മുറിയിലാണ് കിടക്കുന്നതെന്നാണ് കേട്ടത്. അപ്പോൾ ദേവയാനി പറയാണ്, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഇടവരില്ല. ഏട്ടത്തിയുടെ വിശ്വാസം അതാണെങ്കിൽ പിന്നെ ഞങ്ങൾ തിരുത്താനൊന്നും നോക്കുന്നില്ല. എന്തായാലും അവർ 2 പേരും ഇപ്പോൾ 2 മുറിയിലല്ല, അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഏട്ടത്തിയോട് ഇത് പറയരുതെന്ന് ഞാനിവരോട് പറഞ്ഞതാ. പിന്നെ ഇനി പറഞ്ഞു തുടങ്ങിയ സ്ഥിതിക്ക് ഉണ്ടായ സത്യം മൂടി വെക്കാൻ ശ്രമിക്കുന്നില്ല. അവർ 2 ഒരു മുറിയിലാണെന്ന് അബി കുറച്ച് മുന്നേ വിളിച്ചു പറഞ്ഞു. അവൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവളെ പോലെ തന്നെ അവനും ചില നേരത്ത് കള്ളങ്ങൾ പറയും. അയ്യോ, എന്നാൽ ഞാനിനി ഒന്നും പറയുന്നില്ല. നീ എൻ്റെ മൊബൈൽ എടുത്തിട്ട് ആദർശിനെ ഒന്ന് വിളിച്ചു തന്നേ. അത് തന്നെയാണ് ഏട്ടത്തി. ഇപ്പം തന്നെ ഞാൻ അവനോടൊന്ന് സംസാരിക്കണം. വിളിച്ച് നോക്കട്ടെ, അവൻ എന്നോട് സത്യം പറയാൻ നോക്കട്ടെ. അവൻ മാറിയിട്ടിരിക്കല്ലേ ഏട്ടത്തി. ഇപ്പോൾ കള്ളം പറഞ്ഞാൽ അവനെ തന്നെയല്ലേ ബാധിക്കാൻ പോകുന്നത്? അവനെയല്ല, എന്നെയാണ് ബാധിക്കുന്നത്. തന്നെയാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദർശിനെ നയനയും കുറിച്ച് ഇങ്ങനെ ദേവയാനിയോട് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ കൂടുതൽ സംസാരിക്കാതെ ദയവേത് എൻ്റെ നമ്പർ ഒന്ന് ഡയൽ ചെയ്താ. എനിക്ക് ഒന്ന് നമ്പർ ഡയൽ ചെയ്ത് കൊടുക്ക്. എന്ത് ചെയ്യാനാ ഏട്ടത്തി? ചില പിള്ളേർക്ക് പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ ചത്താലും അച്ഛൻ ചത്താലും ഒരു പ്രശ്നവും ഇല്ല. ഇന്നലെ കയറി വന്നവൾ മാത്രം മതി. അവൾക്ക് വേണ്ടി അവൾ ആരെ വേണമെങ്കിലും കൊല്ലും. ഇവിടെ ആദർശിൻ്റെ മുറിയിൽ 2 പേരും പരസ്പരം മാറി മാറി നോക്കുകയാണ്. അപ്പോൾ നയന ചോദിക്കുകയാണ്, എന്താ ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ല. ഞാൻ മുറിക്കകത്തുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരുമെന്നാണല്ലോ പറയാറ്. ആദർശ് കടന്നിടത്ത് എണീച്ചിട്ട് പറയാണ്, അതെ, നീയുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാൻ തോന്നുക. നാളെ രാവിലെ അമ്പലത്തിൽ പോകേണ്ടതില്ല ആദർശേട്ടാ, ഉറങ്ങാൻ നോക്ക്.
എന്താ ഉറങ്ങാത്തേ? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്കും ഉറക്കം കുറവാ. നന്നായിട്ട് ഉറങ്ങണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് നല്ല വിളർച്ചയുണ്ടെന്ന് ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞതല്ലേ. അപ്പോഴാണ് ആദർശിൻ്റെ ഫോണിൽ കോൾ വരുന്നത്. ഈ സമയത്ത് ആരാ എന്നെ വിളിക്കുന്നേ? ആദർശ് ഫോൺ നോക്കിയിട്ട് പറയണം അമ്മയാ. അപ്പോൾ ഞാൻ പറയാണ് അമ്മ ഈ സമയത്ത് എന്തിനാ വിളിക്കുന്നേ? ആദർശ് ചേട്ടാ. ആ അമ്മേ, നീ ഇപ്പോൾ എവിടാ? ഞാനിവിടെയുണ്ട് അമ്മേ. അമ്മയെ ICUയിൽ നിന്ന് മാറ്റിയോ? ഒക്കെ അവിടെ നിൽക്കട്ടെ. നീ ഇപ്പോൾ എവിടെയാണെന്നല്ലേ ചോദിച്ചത്? ഞാനെൻ്റെ മുറിയിലുണ്ട് അമ്മേ. ഒറ്റയ്ക്കേ ഉള്ളൂ? അത് നീ എന്താ ഒന്നും പറയാത്തത്? അകത്ത് ആരും ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് പറഞ്ഞൂടെ? സ്വാമിയാണ്, ഈ സമയത്ത് നീ കള്ളം പറയരുത്. അത് പിന്നെ അമ്മേ, ഞാനൊക്കെ നല്ല തളർച്ചയുണ്ട്. എനിക്കുണ്ടല്ലോ ഇവിടെ കിടക്ക് ശ്വാസം മുട്ടൽ. ആയതുകൊണ്ട് അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് രണ്ടുപേരോടും ഒരു മുറിയിൽ കിടന്നോളാൻ മുത്തശ്ശനാണ് പറഞ്ഞത്. താഴെ കിടക്കുന്നത്. നിന്നോട് എന്താ പറഞ്ഞത്? 41 ദിവസം രണ്ടുപേരും 2 മുറിയിൽ കിടക്കണമെന്നല്ലേ? പിന്നെ അമ്മേ, നീ അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. അമ്മയുടെ ആ സംസാരം കേട്ട് ആദർശ് പകച്ചു നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. See you all.